പ്രിയപ്പെട്ടവരെ, ഞാൻ സുധാകരനോട് ഉദ്ഘാടന പ്രസംഗം നടത്താൻ അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അധ്യക്ഷ പ്രസംഗം ചെയ്യാനാണ്. ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ സ്ഥാപനം ഇത് ശ്രീ കെ കരുണാകരൻ്റെ കാലഘട്ടത്തിൽ ആദ്യത്തെ ചെയർമാനായി ശ്രീ എ ചാൾസിൻ്റെ നേതൃത്വത്തിൽ ചെയർമാൻഷിപ്പിലാണ് ഈ പ്രസ്ഥാനം കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് ശക്തി പകരുന്നതുമായി ബന്ധപ്പെട്ട് തുടക്കം കുറിക്കുന്നത്. ആ കാലഘട്ടത്തിന് ശേഷം വളരെ ശക്തമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറ്റവും നല്ല ഒരു പോഷക സംഘടനയായി പ്രവർത്തിച്ചിരുന്ന കാലാകാലങ്ങളിലായി വന്ന ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ഉത്തരവാദിത്വം എന്നെ സുധാകരമായിട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ഏറ്റിട്ട് കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ മുഴുവൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റന്മാരോടും അതത് ജില്ലകളിൽ നിന്നുള്ള KPCC ഭാരവാഹികളുമായി ചർച്ച ചെയ്തതിന് ശേഷം തികച്ചും കോൺഗ്രസ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിനുള്ള എന്നാൽ ഒരു വ്യവസായ സംരംഭത്തിൻ്റെ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ ജീവിത നിലവാരവുമായി മുന്നോട്ട് പോകുന്ന നേതൃത്വപരമായി പങ്കുവഹിക്കുവാൻ കഴിയുന്ന ആ ഒരു ലിസ്റ്റാണ് ഞാൻ KPCC പ്രസിഡന്റിന് സമർപ്പിച്ചത്. അതിൽ അദ്ദേഹം ചെറുവിധ ചർവണം നടത്തി ഫൈനലായ ലിസ്റ്റ് അംഗീകരിക്കുകയും അതനുസരിച്ച് കേരളത്തിലെ 14 ജില്ലകളിലെയും ജില്ലാ പ്രസിഡന്റ്മാരെയും സംസ്ഥാന ഭാരവാഹികളെയും അനൗൺസ് ചെയ്യുകയുണ്ടായി. ഭാഗ്യവശാൽ കോഴിക്കോട് ജില്ലയിലെ അദ്ദേഹം അവിടുത്തെ ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ബാർ അസോസിയേഷനിലെ പ്രവർത്തനങ്ങൾ, അതായത് ഓഗസ്റ്റ് 15 ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുകൊണ്ട് ഒഴിവായി ബാക്കി മുഴുവൻ ജില്ലാ നമ്മുടെ അധ്യക്ഷന്മാരും ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സംസ്ഥാന ഭാരവാഹികളിലെ ഏതാണ്ട് 80-85% ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നുമുള്ളവർ ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്തു നിന്നുള്ള ഷേർലിയാണ് അല്പം ലേറ്റായത്. കാസർഗോഡുള്ളവർ ഇന്നലെ എത്തി. ഷേർലി നമ്മുടെ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാവാണ്. അതിലുപരി ഈ ഇൻഡസ്ട്രീസിലിൻ്റെ സ്ഥാപക ചെയർമാനായിരുന്ന എ ചാൾസ് MPയുടെ മകൻ്റെ ഭാര്യയുമാണ്. അങ്ങനെ ഒരു ബന്ധവും ഈ മൂവ്മെൻറ്റുമായിട്ടുണ്ട്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. കേരളത്തിലെ അസംഘടിതമായ ഒരു മേഖലയാണ് സ്മോൾ മീഡിയം ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി സെക്ടർ. ആ സെക്ടറിൽ നമ്മുടെ അനുഭാവമുള്ള പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കന്മാരും ജീവിത ഉപാദനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല കാരണങ്ങളാൽ പല രീതിയിലും ഈ വ്യവസായ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ടുണ്ടായ കോവിഡ് പാൻഡമിക്കുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ബാങ്കിങ് ഇൻഡസ്ട്രിയും കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള കോവിഡ് അനന്തര പ്രവർത്തനങ്ങളെ സഹായിക്കുവാനും നടത്തിയിട്ടുള്ള ബാങ്കിങ് സംവിധാനത്തിൽ തന്നെ ഒരു ട്രാപ്പിംഗ് സംവിധാനത്തിൽപ്പെട്ട് കടക്കണിയിൽ നിന്ന് വീണ്ടും കടക്കണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം ജില്ലയിൽ നിന്ന് ഇവിടെ ചെയർമാനും വൈസ് ചെയർമാനും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനങ്ങളായിരുന്ന കശുവണ്ടി വ്യവസായം ഏതാണ്ട് ആ സ്ഥാപനത്തിലെ 200-ൽ പരം സോക്കാളുടെ മുതലാളിമാരാണ് ആത്മഹത്യ ചെയ്തത്. ഇത് കേരളത്തിലെ പൊതു സമൂഹത്തിന് അറിയാൻ വയ്യാത്ത ഒരു കണക്കാണ്. കോവിഡാനന്തര കാലഘട്ടത്തിന് ശേഷം കേരളത്തിലും ഇന്ത്യയിലും ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുതലാളിത്തത്തെ താങ്ങി നിർത്തുന്ന ഗവൺമെൻറ്റുകൾ നടത്തിയിട്ടുള്ള ധനപരമായിട്ടുള്ള നിലപാടുകൾ, പോളിസി മാറ്റേഴ്സ് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള വ്യവസായങ്ങളെ തളർത്തുകയും ഒരു വ്യക്തിയാധിഷ്ഠിതമായ വ്യവസായ വളർച്ചയിലേക്ക് ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ജോഡോ യാത്രയിൽ അദ്ദേഹം ഓരോ പൊതുയോഗങ്ങളിലും എടുത്തു പറഞ്ഞുകൊണ്ടിരുന്ന വാക്ക് ഇന്ത്യയിലെ വ്യവസായ മേഖല 2 വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ആധിപത്യത്തിലേക്ക് കടന്നു പോകുന്നത് അതിൻ്റെ ഒരു സെൻട്രലൈസേഷൻ ഓഫ് ബിസിനസ് ടു 2 persons അത് അമർച്ച ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അതിനുശേഷം നടത്തിയിട്ടുള്ള നിഗമനങ്ങൾ, ഹിൻഡൻബർഗിൻ്റെ നിഗമനങ്ങളായാലും ശരി, ഏറ്റവും അവസാനം വന്നിട്ടുള്ള ഒരു 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 ഞെട്ടിപ്പിക്കുന്ന വസ്തുതയിലേക്ക് വെളിച്ചം വീശുന്ന ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൂപ്പുകുത്തുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുക്കേണ്ട മുദ്രാവാക്യങ്ങളുണ്ട്, ഉത്തരവാദിത്വങ്ങളുണ്ട്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള ഹിഡൻബർഗ് ആയി ബന്ധപ്പെട്ട സെബി എന്ന് പറയുന്ന വാച്ച് ഡോഗിനെതിരെ നമുക്ക് നടത്തേണ്ട രാഷ്ട്രീയ പ്രവർത്തനങ്ങളുണ്ട്, ബോധവൽക്കരണ പരിപാടികളുണ്ട്. ബഹുമാന്യായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകും എന്നുള്ളത് 100% ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷേ നമ്മൾ ഈ അധികാര ഏറ്റെടുക്കൽ ചടങ്ങുകളിന് ശേഷം ഓഫീസ് ബെയറേഴ്സിൻ്റെ ചാർജ് എടുക്കൽ കഴിഞ്ഞതിന് ശേഷം വിശദമായി പ്രഥമ സംസ്ഥാന കമ്മിറ്റി ഇവിടെ കൂടുകയും അതിൽ വളരെ വിശദമായി നമുക്ക് അജണ്ട ബേസ്ഡ് ആയിട്ടുള്ള ചർച്ചകളിലേക്ക് മാത്രം കടന്നു പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ അവരുടെ
ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.